This is not a fitness video, it's a social relevant video. ഈ ഒരു വീഡിയോ ബേസ് ചെയ്ത് നിവിൻ ഉണ്ടാക്കിയ വീഡിയോയ്ക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് ഈ വീഡിയോ. ഒരു പെൺകുട്ടിക്ക് നിരസിക്കപ്പെടുന്ന ഒന്നാണ് സ്വാതന്ത്ര്യം. താലി കെട്ടി എന്ന അധികാരത്തിന്റെ പേരിൽ ഭർത്താവിനെയും അവന്റെ കുടുംബത്തെയും അവൾ അനുസരിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യണം. കാരണം വിവാഹം കഴിയുന്നതോടെ അവിടെ മുഴുവൻ മാറ്റങ്ങളും സ്ത്രീകൾക്ക് മാത്രമാണ് ഉണ്ടാകുന്നത്. ഈ ഭാര്യയുടെ ജോലിയുടെ സൗകര്യത്തിനനുസരിച്ച് സ്വന്തം ജോലിയിൽ നിന്ന് മാറ്റം വരുത്തി അല്ലെങ്കിൽ ജോലി ഉപേക്ഷിക്കുന്ന ഭർത്താക്കന്മാരെ എവിടെയും കേട്ടിട്ടുണ്ടോ? സ്ത്രീ പുറമെ പോയി ജോലി ചെയ്താലും വീട്ടിലെ ജോലിയും അവൾ തന്നെ ചെയ്യണം. സ്വന്തം ജോലി അതിന് തടസ്സമാണെങ്കിൽ അത് ഉപേക്ഷിക്കാം. അല്ലാതെ ഏത് ഭർത്താവാണ് ജോലി കളഞ്ഞ് മക്കളെ നോക്കാൻ വീട്ടിലിരിക്കുന്നത്? ആക്ച്വലി എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ വളരെയധികം വിഷമമാണ് തോന്നിയത്. കാരണം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും മാത്രമാണ് ശരിയെന്ന് ഒരിക്കലും വിചാരിക്കരുത്. പണ്ടെങ്ങും നിലനിന്ന രാജഭരണത്തിന്റെ പേരിൽ ഇപ്പോഴും പഴിയേക്കുന്ന റോയൽ ഫാമിലിയുടെ കൂട്ടാണ് നമ്മുടെ നാട്ടിലെ ഭർത്താക്കന്മാർ. ഞാൻ എപ്പോഴും പറയും, നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് വ്യക്തമായിട്ടൊരു ബോധമാണ്. ഭാര്യമാർ ജോലിക്ക് പോകുമ്പോൾ ഭർത്താക്കന്മാർ കുട്ടികളെ നോക്കാറില്ലേ? ഞാൻ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള മലയാളികളെ ട്രെയിൻ ചെയ്യുന്ന ഒരാളാണ്. അവിടെ 90% ഫാമിലിയിലും ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണ്, ഈക്വൽ ഫ്രീഡമാണ്. പിന്നെ പ്രോബ്ലം തുടങ്ങുന്നത് ഈക്വൽ ഫ്രീഡം എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈക്വൽ റെസ്പോൺസിബിലിറ്റി. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിലും ഫൈനാൻസിന്റെ കാര്യത്തിലും. അല്ലാതെ എനിക്ക് ഫ്രീഡം മാത്രം മതി, റെസ്പോൺസിബിലിറ്റി വേണ്ട എന്ന് പറയുന്ന ആൾക്കാരോട് കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി എന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എന്റെ വൈഫും മദറും വർക്കിംഗ് ആണ്. അവർ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാനാണ് കുട്ടിയുടെ മുഴുവൻ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത്. അതുപോലെ ഞാൻ ഡയറ്റിലായതുകൊണ്ട് എന്റെ ഫുഡ് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യണം, ഞാൻ എന്റെ വർക്ക് നോക്കണം. പിന്നെ ഫാമിലി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പല പ്രോബ്ലംസും ഉണ്ടാവും. നമ്മളത് മാക്സിമം പരിഹരിക്കാൻ നോക്കുക. പിന്നെ പരിഹരിക്കാനേ പറ്റുന്നില്ല, നമ്മളെടുത്ത തീരുമാനം തെറ്റായി പോകും തോന്നുവാണെങ്കിൽ നമുക്ക് ആ തീരുമാനം തിരുത്താനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മുടെ ഗവൺമെന്റ് നമുക്ക് തരുന്നുണ്ട്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ ഫാമിലിയുടെ അടുത്ത സ്നേഹമൊന്നുമല്ല. അത് ഫ്രീഡം, റെസ്പോൺസിബിലിറ്റി, മണി, പിന്നെ ഹെൽത്ത്. ദാമ്പത്യ ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെന്റിനേക്കാൾ ഉപരി നമ്മൾ ഉപയോഗിക്കേണ്ട പേരാണ് റെസ്പോൺസിബിലിറ്റി. സോ ഈ വീഡിയോ റെസ്പോൺസിബിലിറ്റി ഉള്ള ഭർത്താക്കന്മാർക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.